നാൾ തോറും കൃപയാ എന്നെ നടത്തിയിടുന്നു. ഭൗമിക നാളുകൾ തീരും വരെ ഭദ്രമായി പാലിക്കും പരമനെ. ഭൗമിക നാളുകൾ തീരും വരെ ഭദ്രമായി പാലിക്കും പരമനെ. മാനമില്ല തെല്ലും വീതിയില്ല, ഭാവിയെല്ലാം അവൻ കരുതിക്കൊള്ളും. ഭാരമില്ല തെല്ലും വീതിയില്ല, ഭാവിയെല്ലാം അവൻ കരുതിക്കൊള്ളും. നടത്തിയിടുന്നു ദൈവമെന്നെ നടത്തിയിടുന്നു. നാൾ തോറും കൃപയാ എന്നെ നടത്തിയിടുന്നു. നാൾ തോറും കൃപയാ എന്നെ നടത്തിയിടുന്നു. കർത്താവിന്റെ പൊന്നുനാമം മഹത്വപ്പെടട്ടെ. ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുമ്പോൾ പുതിയ നന്മകളും അനുഗ്രഹങ്ങളും കൊണ്ട് കർത്താവ് നമ്മെ നിറയ്ക്കുക. ദൈവസന്നിധിയിൽ വളരെ പ്രാർത്ഥനയോടും ഒരുക്കത്തോടും ആയിരിക്കാൻ കടന്നിരിക്കുന്ന എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒരു പുതിയ വർഷത്തിന്റെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ദൈവം പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മർക്കോസ് വിശേഷം 4-ാം അധ്യായം അതിൻ്റെ 20-ാമത് വാക്യം ഇന്നത്തെ ധ്യാനത്തിനായി നമുക്ക് വായിക്കാം. മർക്കോസ് വിശേഷം 4-ാം അധ്യായം അതിൻ്റെ 20-ാമത് വാക്യം. നല്ല മണ്ണിൽ വിതയ്ക്കപ്പെട്ടതോ വചനം കേൾക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവൻ തന്നെ അവർ 30, 60, 100 മേലെ വിളയുന്നു. ഒരു നിമിഷം കൂടെ ശിരസ്സുകളെ നമിക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നല്ല നിലത്തിൽ വിതയ്ക്കപ്പെട്ട വിത്ത് 30, 60, 100 മേനിയായി വിളഞ്ഞെങ്കിൽ ഞങ്ങൾ കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിച്ച് 100 മേനിയായി ഫലം കൊടുക്കുവാൻ കർത്താവ് സഹായിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അടിയങ്ങളോട് ഹൃദ്യമായി സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. യേശു കർത്താവ് പറയുന്ന ഒരു ഉപമയാണിത്. യേശു കർത്താവ് സ്വർഗരാജ്യത്തിലെ മർമ്മങ്ങളെ തന്നെ അനുഗമിക്കുന്ന സാധാരണക്കാരായ മനുഷ്യർക്ക് ഗ്രഹിപ്പാൻ തക്കവണ്ണം ഈ ലോകത്തിലെ പല ഉപമകളാലാണ് പല കാര്യങ്ങളും കർത്താവ് ശിഷ്യന്മാരോടും സംസാരിച്ചത്. ഇവിടെ ഈ ഭാഗം നമുക്ക് ഒരുപക്ഷെ ഒന്നിലധികം പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുള്ള ഭാഗമായിരിക്കാം. ഒരു മനുഷ്യൻ വിത്ത് വിതപ്പാൻ പുറപ്പെട്ടു. ചിലത് വഴിയരികിൽ വീണു, അത് പറവകൾ തിന്നുകളഞ്ഞു. ചിലത് പാറസ്ഥലത്ത് വീണു, അത് വേഗത്തിൽ മുളച്ചുവെങ്കിലും വേരില്ലാത്തത് കൊണ്ട് ഉണങ്ങിപ്പോയി. ചിലത് മുള്ളിനിടയിൽ വീണു, അത് മുള്ള് അതിനെ ഞെരുക്കിക്കളഞ്ഞു, അതുകൊണ്ട് ഫലം കായ്ക്കാൻ കഴിഞ്ഞില്ല. ചിലത് നല്ല നിലത്ത് വീണു, അത് മാത്രം 30, 60, 100 മേനിയായി ഫലം കൊയ്തു. ഈ ഉപമ കർത്താവ് പറയുമ്പോൾ എന്റെ 10-ാം വാക്യം ഒന്ന് വായിക്കും. അനന്തരം അവൻ തനിച്ചിരിക്കുമ്പോൾ അവനോട് കൂടെയുള്ളവർ പന്തിരുവരുമായി ആ ഉപമകളെ കുറിച്ച് ചോദിച്ചു. അവരോട് അവൻ പറഞ്ഞത്,
ദൈവരാജ്യത്തിന്റെ മർമ്മം നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. പുറത്തുള്ളവർക്കോ സകലവും ഉപമകളാൽ ലഭിക്കുന്നു. അവർ മനം തിരിയാതെയും അവരോട് ക്ഷമിക്കാതെയും ഇരിക്കത്തക്കവണ്ണം അവർ കണ്ടിട്ടും അറിയാതിരിപ്പാനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിപ്പാനും സംഗതി വരും. ഇവിടെ പുറമേ ഉള്ളവരെ കുറിച്ച് നിങ്ങൾ വ്യാകുലപ്പെടേണ്ട. അവർ കണ്ടിട്ട് കാണാതിരിക്കുന്നവരും കേട്ടിട്ട് കേൾക്കാതിരിക്കുന്നവരും. കർത്താവിന്റെ വചനത്തിൽ ഒരു പ്രയോഗമുണ്ട്, ചെവി ഉള്ളവൻ കേൾക്കട്ടെ. ചെവി ഉള്ളവർ എല്ലാവരും കേൾവിക്കാരല്ല. ഈ ഭൗതികമായ കേൾവി നഷ്ടപ്പെട്ടവരുമുണ്ട്, പക്ഷെ തിരിച്ചറിയാനായിട്ട് കഴിയാത്തവണ്ണം ആയിരിക്കുന്നു. പക്ഷെ ഇവിടെ ചെവി ഉള്ളവൻ കേൾക്കട്ടെ എന്ന് കർത്താവ് പറയുന്നതൊക്കെയും മിക്കവാറും സഭകളോടും ആത്മീകമായ അധപ്പതിച്ചവരോടുമൊക്കെയാണ്. എന്നാൽ നമ്മൾ കേൾക്കുന്നത്, ഫിലിപ്പോസ് ഷണ്ണനോട് ചോദിച്ചു, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ? വായിക്കുന്നവർ ധാരാളമുണ്ട്, പക്ഷെ ഗ്രഹിക്കുന്നവര് എത്ര പേരാണുള്ളത്? ഇന്ന് രാവിലെ വേദപുസ്തകം വായിച്ചവർ പലരും കാണും, ഏത് ഭാഗമാണ് വായിച്ചതെന്ന് ഓർക്കാനായിട്ട് കഴിയുമോ? വായിച്ച ഭാഗത്തിൽ ഏതെങ്കിലും ഒരു വാക്യമെങ്കിലും ഹൃദയത്തിൽ സ്പർശിച്ചുവോ? അതോ വേദപുസ്തകം ഒരു വാക്യം പോലും വായിക്കാതെയാണോ നമ്മൾ വന്നിരിക്കുന്നത്? അപ്പൊ വായിച്ചവർക്ക് അത് സ്പർശിക്കുകയുള്ളൂ. വായിച്ചവർക്ക് ഏത് ഭാഗം വായിച്ചു എന്ന് തിരിച്ചറിയാനായിട്ട് കഴിയുകയുള്ളൂ. ഇല്ലേ, രാവിലെ ഉറക്കമൊഴിച്ചെന്ന് ബന്ധപ്പെട്ട് ഓടാനായിട്ട് നോക്കുമ്പോൾ വേദോത്സവം വായിക്കാൻ നോക്കുമ്പോൾ വളരെ ചിന്ത ഇല്ല. ഓരോ ദിവസത്തേക്കും ആവശ്യമുള്ളത് നമ്മൾ ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിക്കുവാനുള്ള താല്പര്യമുള്ളവരായി മാറട്ടെ. അടുത്ത് അത്രയും ഞാൻ ആ ഭാഗത്തു നിന്ന് മാറുന്നു. അടുത്ത വാക്യം 13-ാം വാക്യം മുതൽ വായിക്കും. പിന്നെ അവൻ അവരോട് പറഞ്ഞത്, ഈ ഉപമ ഗ്രഹിക്കുന്നില്ലയോ? പിന്നെ മറ്റു ഉപമകളൊക്കെ എങ്ങനെ ഗ്രഹിക്കും? വിതയ്ക്കുന്നവൻ വചനം വിതയ്ക്കുന്നു. ഇവിടെ കർത്താവ് ആരംഭ ഭാഗത്തിൽ പറഞ്ഞത് ഒരുവൻ വിത്ത് വിതയ്ക്കാൻ പുറപ്പെട്ടുവെന്നാണ്. ഇവിടെ പറയുന്നത് വിതയ്ക്കുന്നത് വിത്തല്ല, പിന്നെയോ വചനമാകുന്ന വിത്താണ്. വചനം വിതയ്ക്കപ്പെടുന്നു. വായിക്കാം. വചനം വിതച്ചിട്ട് വഴിയരികെ വീണത് കേട്ടയുടനെ സാത്താൻ വന്ന് ഹൃദയങ്ങളിൽ വിതയ്ക്കപ്പെട്ട വചനം എടുത്തു കളയുന്നതാകുന്നു. ഇവിടെ വഴിയരികിൽ വീണത് പറവകൾ തിന്നുകൊണ്ടുപോയി എന്ന് പൊതുജനത്തോട് പറയുമ്പോൾ, യേശുവിന്റെ അടുക്കല്ല വചനത്തിൻ്റെതായ മർമ്മം ഗ്രഹിക്കുവാൻ ആഗ്രഹിച്ചവരോട് പറയുന്നു, ഈ വചനമാകുന്ന വിത്ത് അത് പറവകൾ കൊണ്ടുപോകുന്നത് പോലെ പിശാച് ഹൃദയങ്ങളിൽ നിന്ന് എടുത്തുകൊണ്ടുപോകുന്നതാണ്. ഈ ലോക മനുഷ്യൻ വചനം വിത്ത് ഭൂമിയിൽ വിതയ്ക്കുമ്പോൾ പറവകൾ കൊണ്ടുപോകുന്നെങ്കിൽ, ആത്മീകമായ വചനം വിതയ്ക്കുമ്പോൾ അത് പിശാച് ഹൃദയങ്ങളിൽ നിന്ന് എടുത്തുകൊണ്ടുപോകുന്നു. ഇന്ന് നിങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ച പ്രസംഗിച്ച ആ വചനം ഇന്ന് ഓർക്കാൻ കഴിയുന്നില്ലെങ്കിൽ, പ്രഭാതത്തിൽ നമ്മൾ ഒന്നാം തീയതി പ്രഭാതത്തിൽ നമ്മൾ കേട്ട വചനം നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ഓർക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ഇന്ന് പ്രസംഗിക്കുന്ന വചനം ഭവനത്തിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഓർക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ആരുടെ കൂട്ടത്തിലാണ്? പിശാച് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വചനം എന്ത് ചെയ്തു? പിന്നെ എങ്ങനെ അത് മുളയ്ക്കും? അപ്പൊ നമ്മൾ ഓരോരുത്തരും നമ്മോട് ചോദിക്കണം, അടുത്തിരിക്കുന്ന ആളുകൾ ചോദിക്കണ്ട, ഞാൻ കേൾക്കുന്ന ദൈവത്തിന്റെ വചനം പിശാച് പറക്കിക്കൊണ്ട് പോകുമോ? അത് എന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാകുമോ? കർത്താവ് പറയുന്നത്, ലോകമനുഷ്യൻ വിത്ത് വിതച്ചാൽ അത് പറവകൾ കൊണ്ടുപോകുന്നു. പക്ഷെ ഇവിടെ കർത്താവ് പറഞ്ഞത്, ദൈവത്തിന്റെ വചനം വിതച്ചാൽ അത് ഹൃദയത്തിൽ നിന്ന് പിശാച് പറയിക്കൊണ്ടുപോകുന്നു. പിശാച് പറയിക്കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ കൂടെ ആരുണ്ട്? ദൈവമക്കൾ എവിടെയൊക്കെ ഉണ്ട് അവിടെ ആരും കൽപ്പനമുണ്ട്. അവരെ ആരും വിളിക്കണ്ട. മഹാപുരോഹിതനായ യോശുവ ദൈവസന്നിധി ചെന്നപ്പോൾ അവനെ കുറ്റം ചുമത്താൻ അവിടെ ആര് ചെന്നു?
ദൈവപുത്രന്മാരോട് ചെന്നപ്പോൾ ഇയ്യോബിനെ കുറ്റം പറയാൻ അവൻ ചെന്നു. അങ്ങനെയാണെങ്കിൽ നമ്മളെ കുറ്റം പറയാനും കുറ്റം കണ്ടുപിടിക്കുവാനും വചനം എടുത്തോണ്ട് പോകാനും നമ്മളെ അടുത്ത് ആരുണ്ട്? അതുകൊണ്ട് നമ്മൾ കേൾക്കുമ്പോ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് പതിവില്ലാതെ കുളിക്കുന്ന പലരുമുണ്ട്. ഞായറാഴ്ച രാവിലെ കുളിച്ചിട്ട് ഇങ്ങോട്ട് ഇവിടെ വന്നിരുന്ന് ഫാനിന്റെ കാറ്റൊക്കെ കൊള്ളുമ്പോ ഒന്ന് ചെറിയ കണ്ണൊന്നും അശങ്കം. ആ സമയം കേൾക്കുന്ന പതിനാറ് കൊണ്ടുപോകും. അത് അവനെ കുറ്റം പറഞ്ഞ കാര്യമില്ല. ഇന്ന് പകൽ നമ്മൾ തീരുമാനമെടുക്കണം. ഞാൻ കേൾക്കുന്ന വചനം എന്റെ ഹൃദയത്തിൽ നിന്ന് പിശാച് എടുത്തോണ്ട് പോകാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറയുന്നവർക്ക് കഴിയും. നമ്മൾ ഉണർവോടെ ഇരിക്കണം, എങ്കിലേ അത് സാധ്യമായി തീരും. അടുത്ത വാക്യം. അങ്ങനെ തന്നെ പാറസ്ഥലത്ത് വിതച്ചത് വചനം കേട്ടയുടനെ സന്തോഷത്തോടെ വചനം കേട്ടോടെ കൈയടിച്ച് പാസാക്കി നമ്മൾ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നു. എങ്കിലും അവർ ഉള്ളിൽ വേരില്ലായകയാൽ ക്ഷണികന്മാരാകുന്നു. ദൈവവചനം കേൾക്കുമ്പോ ഇന്നലെ എന്നോട് ദേഷ്യപ്പെട്ട ആ പാസ്റ്റർ ഇരുന്ന് പ്രസംഗിക്കുന്നത് എന്നുള്ള ചിന്തയോടെ ഇരുന്നത് കേൾക്കുമ്പോ ഈ വചനം ആര് കൊണ്ടുപോകുന്നു? അകത്തോട്ട് ഇത് വേരിറങ്ങാൻ സമ്മതിക്കുന്നില്ല. പാറസ്ഥലത്ത് വീണത് കരിഞ്ഞു പോകുന്നത് പോലെ ദൈവത്തിന്റെ വചനം വേരൂന്ന് നമ്മൾ അനുവദിക്കുന്നില്ല. അടുത്ത വാക്യം വേഗമായി. വചനം നിമിത്തം ഉപദ്രവമോ പീഡയോ ഉണ്ടായാൽ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു. മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ വചനം കേട്ടിട്ട് ഇഹലോകത്തിന്റെ ചിന്തകളും ധനത്തിന്റെ വഞ്ചനയും മറ്റു വിഷയമോഹങ്ങളും അകത്ത് കടന്ന് വചനത്തെ ഞെരുക്കി നിഷ്ഫലമാക്കി തീർക്കുന്നതാകുന്നു. അപ്പൊ മുള്ളിനിടയിൽ വീണതോ ദൈവവചനം കേൾക്കുന്നു, പക്ഷേ ലോകത്തിന്റെ പല ചിന്തകളും കൊണ്ട് നമ്മളെ ഞെരുക്കി അത് ഫലം കൊടുക്കാൻ കഴിയാതെ പോകുന്നു. നമ്മളൊരു തെങ്ങ് നട്ടാൽ അത് നന്നായിട്ട് കായ്ക്കണമെന്ന് താല്പര്യമുണ്ടായാലും ചുറ്റുപാടുള്ള മറ്റു വൃക്ഷങ്ങളെല്ലാം വെട്ടി മാറ്റിക്കൊടുക്കും, എങ്കിലേ തെങ്ങ് കായ്ക്കുള്ളൂ. അതുപോലെ ഓരോ വൃക്ഷങ്ങളും നമ്മൾ നടുമ്പോൾ അത് നന്നായി വളരണമെങ്കിൽ അതിന് തടസ്സമായിരിക്കുന്നതൊക്കെ എന്ത് ചെയ്യണം? വെട്ടിമാറ്റണം. ഇവിടെ മുള്ളിനിടയിൽ വീണത് ദൈവവചനം കേൾക്കുന്നു, അത് ഹൃദയത്തിലുണ്ട്, പക്ഷെ ലോകത്തിന്റെ പല ചിന്തകളും കൊണ്ട് അതിനെ മൂടിക്കളയും. ഒരു ദിവസം 1 മണിക്കൂർ കാർട്ടൂൺ കാണുന്ന കുട്ടി അത് കഴിഞ്ഞ് പഠിക്കാനിരുന്നാൽ 1/2 മണിക്കൂർ പഠിക്കാനുള്ളത് 3 മണിക്കൂർ പഠിച്ചാൽ അകത്തോട്ട് കയറില്ല. എന്താണെന്നറിയാമോ? ഈ കാർട്ടൂണിൽ കണ്ട കണ്ണരസമായത് ഹൃദയത്തിനകത്ത് പതിച്ചു കഴിഞ്ഞ് അതിന്റെ മുകളിൽ ഈ വചനം ഈ പഠിക്കുന്നത് അകത്തോട്ടിരിക്കില്ല, ഹൃദയത്തിനകത്ത് കാര്യം കയറിയിരിക്കുക, അതിനകത്തുള്ള കഥാപാത്രങ്ങളെല്ലാം കയറിയിരിക്കുക. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു 15 മിനിറ്റ് മൊബൈൽ കണ്ടാൽ അന്നത്തെ ഉറക്കം പോയി കിട്ടും. രാവിലെ ആലയത്തിന് വന്നിരുന്ന് ഉറങ്ങുകയും ചെയ്യാം. ഇതൊന്നും പിശാചിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നാം അനുഷ്ഠിക്കേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ അനുഷ്ഠിക്കണം. ദൈവവചനം കേൾക്കുന്നു, പക്ഷേ പലവിധമാകുന്ന ചിന്തകൾ വന്ന് അതിനെ മൂടുക. ആ കേൾക്കുന്ന വചനം പ്രയോജനപ്പെടാൻ കഴിയാതെ, ഫലവത്തായി തീരാൻ കഴിയാതെ അതിനെ ഞെരുക്കിക്കളയുന്നു. അടുത്ത വാക്യം. നല്ല മണ്ണിൽ വിതയ്ക്കപ്പെട്ടതോ വചനം കേൾക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവർ തന്നെ. എന്നോടുള്ള ദൈവത്തിന്റെ ആലോചനയാണ് ഇന്ന് ദൈവദാസൻ പ്രസംഗിക്കുന്നത്. എന്നോട് ദൈവത്തിന് പറയാനുള്ള ദൂതാണെന്ന് അംഗീകരിക്കുന്നവനാണ് ആ വചനം കൊണ്ട് പ്രയോജനമുള്ളത്. കഴിഞ്ഞ ദിവസത്തെ മൂത്ത ചേച്ചിയുടെ വീട്ടിൽ പോയി. ഞാൻ പോകുമ്പോ ചേച്ചി ഒന്ന് കാണണമെന്ന് തോന്നി അവിടെ പോയി. ചേരാനും പറയുകയാണ്, എൻ്റെ അമ്മയ്ക്ക് ചെറിയൊരു കഫത്തിന്റെ പ്രയാസം. വിഴിഞ്ഞ ആശുപത്രിയിൽ ഇരിക്കുന്ന ഡോക്ടർ
ഡോക്ടറെ അവിടുത്തെ അദ്ദേഹം മരുന്ന് കൊടുത്താലേ എൻ്റെ അമ്മയ്ക്ക് സുഖമാകും. വേറെ ആര് മരുന്ന് കൊടുത്താലും, നല്ല മെഡിക്കലായ ഡോക്ടറാണ് ഇവിടെ ഇരിക്കുന്നവരുടെ ബന്ധത്തിലുള്ള ആളുമാണ്. അപ്പൊ എൻ്റെ സഹോദരന്റെ മകൻ പറഞ്ഞതാണ്, അമ്മയ്ക്ക് ആ ഡോക്ടറെ കണ്ടാലേ ഓക്കെ. നമ്മുടെ പല ആളുകൾക്കും ബാംഗ്ലൂരുള്ള ദേവദാസൻ എപ്പോ വരും, അപ്പോഴാണ് നമ്മുടെ വിഷയത്തിന് പരിഹാരം വരുന്നത്. ആര് പ്രസംഗിച്ചാലും കേൾക്കുന്ന വചനം ഹൃദയത്തിൽ അംഗീകരിക്കുവാൻ തയ്യാറാണെങ്കിൽ അവിടെയാണ് ഫലം കൊടുക്കാൻ കഴിയുന്നത്. കർത്താവ് പറയുന്നത്, അത് നല്ല നിലത്തിൽ വീണ വിത്ത് 30, 60, 100 മേനി ഫലം കൊടുക്കുമെന്നതുപോലെ കേൾക്കുന്ന വചനം കേൾക്കുകയും അംഗീകരിക്കുകയും ചെയ്യണം. ദൈവവചനം കേൾക്കുന്നത് എത്രമാത്രം ശ്രദ്ധയോടെയാണ് ഈ വചനം കേൾക്കുവാൻ നമുക്ക് കഴിയുന്നത്. അലക്ഷ്യമായി ദൈവവചനം കേൾക്കരുത്. ദൈവവചനത്തിന്റെ മുമ്പിൽ അത് ഭയത്തോടെ ഇരിക്കണം. നാം കേൾക്കുന്ന ദൈവത്തിന്റെ വചനം അത് എത്രമാത്രം എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് കഴിഞ്ഞു. കഴിഞ്ഞ വർഷാന്ത്യത്തിലും പുതുവർഷത്തിലും ഇവിടെ പ്രസംഗിച്ച വചനങ്ങളൊക്കെയും എത്ര പേരുടെ അകത്തതുണ്ട്. അത് പരിശുദ്ധാത്മാവ് ഡയറക്റ്റ് ചെയ്ത വചനങ്ങളാണ്. ഇന്ന് ഒന്ന് ഓർക്കാൻ പോലും കഴിയുന്നുണ്ട് ആ വചനം. എന്തുകൊണ്ട് നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നില്ല? ആത്മീകമായ അടുത്ത പടിയിലേക്ക് കയറുവാനായിട്ട് കഴിയുന്നില്ല. നാം നമ്മോട് തന്നെ ചോദിക്കണം, കർത്താവേ, എന്റെ ആത്മീക ജീവിതം ഒന്ന് തൂക്കി നോക്കിയാൽ ഞാൻ എങ്ങനെയായിരിക്കും? സ്വർഗത്തിലെ ദൈവം അത് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം വായിക്കുമ്പോൾ ഒരുവനെ തൂക്കി നോക്കി അവനെ കുറവുള്ളവനായി കണ്ടു. എന്നെയും നിങ്ങളെയും ദൈവം തൂക്കി നോക്കിയാൽ, കർത്താവേ, അത് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ ദാസി എന്ന് പറയുവാൻ കർത്താവിന് കഴിയുമോ? കർത്താവിന്റെ വചനം കേൾക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്യുന്നവനാണ് 30, 60, 100 മേനി ഫലം കൊടുക്കുവാൻ കഴിയും. ഞാൻ മുമ്പൊരിക്കൽ ഓർപ്പിച്ചിട്ടുണ്ട്, ഒരു കൃഷി ഇറക്കിയാൽ 30 മേനി ഫലം കിട്ടിയാൽ, വിളവ് കിട്ടിയാൽ അതിന്റെ കൂലിക്ക് പോലും തികയില്ല. 60 മേനി കിട്ടിയാൽ ഒരുപക്ഷെ അത് വിളവിറക്കിയ വസ്തുവിന്റെ പൈസയും കൂടെ കിട്ടിയേക്കാം. പക്ഷെ 100 മേനി കിട്ടിയെങ്കിലേ എന്തെങ്കിലും ലാഭമുണ്ടാകും. നമ്മുടെ കർത്താവ് യഹൂദനാണ്. നമ്മുടെ യഹൂദന്മാര് ലാഭമില്ലാത്ത ഒരു ബിസിനസ്സും ചെയ്യാറില്ല. കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് നഷ്ടക്കച്ചവടത്തിനല്ല. ദൈവത്തിന്റെ വചനം ശ്രദ്ധയോടെ കേട്ട് അതിനെ അംഗീകരിക്കുന്നവന് മാത്രമേ ആത്മീകമായി വളരാൻ കഴിയുള്ളൂ. ആത്മാവിൽ ബലപ്പെടുവാൻ കഴിയാത്തവരെല്ലാം അതേ ലോകത്തിൽ നമ്മൾ ബലഹീനരായി പോകും. ലോകക്കാരോട് കർത്താവ് പറഞ്ഞു, വിത്തിനെ വഴിയിൽ വീണ വിത്ത് പറവകൾ തിന്നുകൊണ്ടുപോയി, പാറസ്ഥലത്ത് വീണത് കരിഞ്ഞുപോയി, മുള്ളിനിടയിൽ വീണത് ഞെരുക്കിപ്പോയി, ഞെരുക്കം കൊണ്ട് ഫലം കൊടുക്കാതെ പോയി. എന്നാൽ ഇവിടെ കർത്താവ് ശിഷ്യന്മാരോടായി അതിന്റെ ആത്മീക മർമ്മങ്ങളെ പറയുന്നത്, ലോകത്തിൽ വിതയ്ക്കപ്പെടുന്ന വിത്തല്ല, ദൈവത്തിന്റെ വചനമാണ് വിത്ത്. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതാണ്. ഈ വചനം ഹൃദയങ്ങൾക്കകത്ത് വിതയ്ക്കപ്പെടുമ്പോൾ അത് 100 മേനി ഫലം കൊടുക്കുവാൻ നമ്മുടെ ഹൃദയം ഒരുക്കപ്പെടണം. വിത്ത് വിതയ്ക്കുവാൻ നിലമൊരുക്കാതെ വിത്ത് വിതച്ചാൽ അതുകൊണ്ട് പ്രയോജനമുണ്ടാകുകയില്ല. ഈ പ്രഭാതയാമത്തിൽ നമ്മുടെ ഹൃദയങ്ങൾ വചനം കേൾക്കുവാൻ തക്കവണ്ണം ഒരുക്കപ്പെട്ടിട്ടുണ്ടോ? എത്രമാത്രമാണ് ഒരുക്കപ്പെട്ടിട്ടുള്ളത്? അതനുസരിച്ചാണ് അതെ ഫലം കൊടുക്കാൻ കഴിയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം
അതിന്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 5-ാം വാക്യം, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. യേശു കർത്താവ് പറയുന്ന ഒരു കണ്ടീഷൻ, ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. അടുത്ത വാക്യം പറയുന്നത്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. ഒരു ദൈവമൈതന്റെ ആത്മീക ജീവിതത്തിൽ കർത്താവിനെ പിരിഞ്ഞ് ഒന്നും ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. കർത്താവുമായുള്ള ബന്ധം ഓരോ ദിവസം കഴിയുന്തോറും ഊട്ടി ഉറപ്പിക്കുവാൻ തയ്യാറാകുകയാണ്. കർത്താവുമായുള്ള ബന്ധം ഉറപ്പായിരിക്കുന്നിടത്തോളം കാലം നമ്മുടെ ഹൃദയത്തിനകത്ത് വീഴുന്ന വചനത്തെ പിശാചിന് പറയിക്കൊണ്ടുപോകാൻ അനുവദിക്കുകയില്ല. ആ വചനം ജീവിതത്തിൽ ക്രിയ ചെയ്യുവാൻ ഇടയായിത്തീരും. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 6-ാമത് വാക്യം വായിക്കുമ്പോൾ, കൊലോസ്യ ലേഖനം 1:6, ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവ്വലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു. ദൈവവചനം സർവ്വലോകത്തിലും ഫലം കായ്ച്ചും. ദൈവവചനത്തിന് ബന്ധനമില്ല, അതിങ്ങനെ വർധനവ് വന്നുകൊണ്ടേയിരിക്കും. അത് കേൾക്കുന്നിടത്തെല്ലാം ഫലം പുറത്തു വരുവാനിടയായിത്തീരും. നാം കേൾക്കുന്ന ദൈവത്തിന്റെ വചനം ഫലവത്തായി തീരണമെങ്കിൽ കർത്താവുമായുള്ള ബന്ധം ഉറപ്പാക്കണം. ഒരുവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. യേശു കർത്താവ് ഗെന്നസരേത്ത് തടാകത്ത് നടക്കുമ്പോൾ പത്രോസിനോട് പറഞ്ഞു, നിന്റെ വള്ളമൊന്ന് അല്പം കടലിലേക്ക് നീക്കിവിടാൻ. പടകിലിരുന്ന് യേശു ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിച്ചു കഴിഞ്ഞിട്ട് ആ കർത്താവ് കരയ്ക്ക് ഇറങ്ങിയിട്ട് പറഞ്ഞു, ഈ ആഴത്തിലേക്ക് വലതുഭാഗത്തേക്ക് മീൻപിടുത്തത്തിന് വലയിറക്കുക. അപ്പൊ പത്രോസ് പറയുന്ന ഒരു പദമുണ്ട്, കർത്താവേ, ഇന്നലെ നാഥ എന്ന് വിളിച്ചിട്ടാണ് പറയുന്നത്, കഴിഞ്ഞ രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു, ഒരു നന്മയും ലഭിച്ചില്ല. കർത്താവ് പറയുന്നു, ഇന്നലെ നീ എന്നെ കൂടാതെയാണ് അധ്വാനിച്ചത്. പത്രോസിന്റെ വാക്കുകൾ വളരെ ശക്തമാണ്. എങ്കിലും നിന്റെ വാക്കിന് ഞാന് വലയിറക്കും. ആ പടകിലിരുന്ന് ചിലപ്പോ 1 മണിക്കൂർ യേശു പ്രസംഗിച്ചു കാണും, ചിലപ്പോ 2 മണിക്കൂർ പ്രസംഗിച്ചു കാണും. ആ ഒറ്റ പ്രസംഗം കഴിഞ്ഞപ്പോൾ ആ പ്രസംഗം കേട്ട പത്രോസിന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു യേശുവിനെ കുറിച്ച്? നാഥ, നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. നമ്മൾ എത്രയോ പ്രസംഗങ്ങൾ കേട്ടില്ലേ? നമ്മുടെ പ്രതികരണം എങ്ങനെ ഇരിക്കുന്നു? ഈ കർത്താവിനെ ഏതവസ്ഥയിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത്? ദൈവവചനം കേൾക്കാത്തവരല്ലോ നമ്മള്? ദൈവവചനം വായിക്കാത്തവരാണോ? ഈ യേശുവിനെ അറിയാത്തവരല്ലോ? എങ്ങനെ യേശുവിനെ സംബോധന ചെയ്യുവാൻ നമുക്ക് കഴിയുന്നു? എന്റെ പ്രാണപ്രിയനായിട്ട്, എന്റെ ജീവന്റെ ഉടയവനായിട്ട് ഈ കർത്താവിനെ അംഗീകരിക്കുവാൻ എത്ര പേർ തയ്യാറായി? പത്രോസ് പറയുന്നു, നാഥ, നിന്റെ വാക്കിന് ഞങ്ങൾ വലയിറക്കാം. യേശുവിന്റെ വാക്കിൻ പ്രകാരം വലയിറക്കിയപ്പോൾ, യേശുവിനെ കൂടാതെ അധ്വാനിച്ചപ്പോൾ ശൂന്യതയായിരുന്നുവെങ്കിൽ, യേശുവിന്റെ വാക്കനുസരിച്ച് വലയിറക്കിയപ്പോൾ പെരുത്തു മീൻകൂട്ടം അകപ്പെട്ടു. അതേ കടലിൽ അതേ വലയാണ് ഇറക്കിയത്. ഇന്ന് പകൽ
പരിശുദ്ധാത്മാവിന് നമ്മോട് പറയാനൊരു ദൂതുണ്ട്. കർത്താവിന്റെ ഹിതമില്ലാതെ, കർത്താവിന്റെ ആലോചനയില്ലാതെ, ദൈവത്തിന്റെ അനുവാദമില്ലാതെ ഒരു വർഷക്കാലം അധ്വാനിച്ചു ബാലൻസ് ഷീറ്റ് നോക്കിയാൽ ഡിസംബർ 30 എന്തോ ബാലൻസ് ഉണ്ടോ? നമ്മുടെ ആത്മീയ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാം. 2025 ഒന്നാമത്തെ ഞായറാഴ്ച ആരാധിച്ച അതേ അനുഭവത്തിലാണോ ഇന്നും എന്റെ ആത്മീയ ജീവിതം ആയിരിക്കുന്നത്? ഒരു പടി കൂടെ എനിക്ക് വളരാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്റെ പ്രാർത്ഥന അനുഭവത്തിൽ അല്പം കൂടെ മൂർച്ച കൂടിയിട്ടുണ്ടോ? എന്റെ വേദപുസ്തക വായനയിൽ എത്രമാത്രം വ്യത്യാസം വന്നിട്ടുണ്ട്? ഇവിടെ ആകത്തെ മനുഷ്യൻ എത്രമാത്രം ബലപ്പെട്ടിട്ടുണ്ട്? ചതഞ്ഞ ഓടെ ഒടിച്ചു കളയാത്ത കർത്താവ്, പുകയുന്ന തിരിയെ കെടുത്തി കളയാത്ത പ്രാണപ്രിയൻ ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിലുണ്ട്. ആ കർത്താവ് അതെ നമ്മെ വിടുവിപ്പാൻ ശക്തനായുള്ള വന്നിട്ടുണ്ട്. കർത്താവിന് അസാധ്യമെന്നൊരു പദമില്ല. അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. യേശുവിന്റെ വാക്കനുസരിച്ചവന് തിരിഞ്ഞു നോക്കുവാനുള്ള അവസരം ദൈവം കൊടുത്തില്ല. ഇവിടെ നല്ല നിലത്ത് വീണ വിത്തോ കേട്ട് അംഗീകരിക്കുന്നവരാണ് 30, 60, 100 മേനിയായി ഫലം കൊടുക്കാൻ കഴിയുന്നു. ദൈവവചനം കേട്ട് അംഗീകരിപ്പാൻ നമുക്ക് കഴിയണം. അവിടെ സകല ലോകത്തിലും ഫലം കായ്ക്കുവാനായിട്ട് കഴിയും. ഈ വചനം എവിടെയെല്ലാം എത്തുന്നുവോ അവിടെയെല്ലാം ഫലം കായ്ക്കുവാനായിട്ട് ഇടയായി. ഏത് കഠിനഭാവിയെയും രൂപാന്തരപ്പെടുന്നതാണ് ഈ വചനം. ഏത് മദ്യപാനിയെയും രൂപാന്തരപ്പെടുന്നതാണ് ഈ വചനം. ഏത് സാഹചര്യത്തിലായിരിക്കുന്നവരെയും രൂപാന്തരപ്പെടുത്തുന്നവരാണ് ഈ വചനം. നെല്ലിക്കാടിന്റെ ഭാഗത്ത് ഞങ്ങൾ ഒരു പുതിയ വേല ആരംഭിച്ചു. അവിടെ ക്രിസ്തുദാസ് എന്ന പേരുള്ള ഒരു യൗവനക്കാരനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഞങ്ങൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവൻ പുറവശത്തോട് ഇറങ്ങി ഓടുന്നവനായിരുന്നു. ഒരു ദിവസം അവനെ കണ്ടെത്തി അവനോട് സുവിശേഷം പറഞ്ഞു. ലവൻഡോസിന്റെ പവർ ക്യാമ്പിലേക്ക് അയച്ചു. ആ ട്രെയിനിങ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ആ യൗവനക്കാരൻ ചർച്ചിൽ സാക്ഷ്യം പറഞ്ഞത് ഇങ്ങനെയാണ്: ഓരോ പകൽക്കാലവും 1 മണിക്കൂർ കൂടുമ്പോൾ എനിക്ക് മയക്കുമരുന്ന് ഉപയോഗിക്കണമായിരുന്നു. രാത്രിയിൽ ഉറങ്ങിയാൽ 2 മണിക്കൂറാകുമ്പോൾ ഞാൻ തനിയെ ഉണരും. പിന്നെ മയക്കുമരുന്ന് ഉപയോഗിച്ചാലും പിന്നെ ഉറങ്ങാൻ കഴിയുള്ളൂ. ആ 10 ദിവസത്തെ ക്യാമ്പ് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നപ്പോൾ ഞാൻ കർത്താവിനെ കൊണ്ടാണ് വന്നത്. ഇന്നൊരു CSI സഭയിലെ അച്ഛനാണ്. നോർത്ത് ഇന്ത്യയിൽ ഒരു ഗ്രാമം ദത്തെടുത്ത് സുവിശേഷ വേലയും ചെയ്യുന്നു. ഒരുവന്റെ അകത്ത് ഈ വചനം വിതയ്ക്കപ്പെട്ടപ്പോൾ, വചനം അംഗീകരിക്കാൻ തയ്യാറായപ്പോൾ, അതനുസരിക്കാൻ തയ്യാറായപ്പോൾ, വീട്ടിലും നാട്ടിലും ദേശത്തിനുമെല്ലാം കൊള്ളരുതാത്തവനായിരുന്ന ഒരുവൻ ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടു. നമ്മൾ കേൾക്കുന്ന വചനത്തിൽ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം വരുത്താൻ കഴിയുന്നുണ്ടോ? വചനം അംഗീകരിക്കാൻ കഴിയുന്നുണ്ടോ? ദൈവത്തിന്റെ വചനം കേൾക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവനാണ് 100 മേനി ഫലം കൊടുക്കുവാൻ കഴിയുന്നത്. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം അതിന്റെ 8-ാമത് വാക്യം. ഹോശേയ പ്രവചനം 14-ാം അധ്യായം അതിന്റെ 8-ാമത് വചനം. ഇനി എനിക്കും വിഗ്രഹങ്ങൾക്കും തമ്മിൽ എന്ത്? ഞാൻ അവന് ഉത്തരം അരുളി അവനെ കടാക്ഷിക്കും. ഞാൻ തഴച്ചിരിക്കുന്ന സരളവൃക്ഷം പോലെയാകുന്നു. ഞാൻ തഴച്ചിരിക്കുന്ന സരളവൃക്ഷം പോലെയാകുന്നു. എങ്കിൽ നിനക്ക് ഫലം കണ്ടുകിട്ടും. എങ്കിൽ നിങ്ങൾക്ക് ഫലം കണ്ടുകിട്ടും. ദൈവത്തിൽ നിന്ന് ഫലം കണ്ടെത്തുവാനിടയായി തീരണം. ദൈവത്തിന്റെ സന്നി നമ്മൾ പലപ്പോഴും കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷെ നമ്മുടെ കണ്ണിന് പലതും മറഞ്ഞിരിക്കുന്നു. എന്റെ അടോളിന്റെ പ്രായത്തില് എന്റെ അമ്മയുടെ സഹോദരന്റെ കൂടെ എന്റെ പിതാവ് എന്നെ പറഞ്ഞു വിട്ടു,
മറുതണ്ടി കിഴങ്ങ് വെട്ടിയെടുത്തോണ്ട് വരാനായിട്ട്. മാമൻ ഇങ്ങനെ മറുതണ്ടി കിഴങ്ങിന്റെ മൂട് നോക്കി വെട്ടി വലിയ ആഴത്തിൽ കുഴിച്ചു, മണ്ണെല്ലാം കൊണ്ട് എന്നോട് പറഞ്ഞു, കിഴങ്ങ് കാണുമ്പോൾ നീ എടുത്തോണ്ടോ എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ നോക്കിയിരിക്കുക കിഴങ്ങ് കാണാനായിട്ട്. കുറെ കഴിഞ്ഞപ്പോ ഒരു വേരിങ്ങനെ എടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതാണ് നടന്നിട്ട്. നമ്മൾ ഇത് വേരല്ലേ, ഇതുപോലത്തെ പലത് ഈ മണ്ണടിയിൽ പോയി നോക്കിയിരിക്കുക. ഞാൻ വിചാരിക്കുന്നത് ശതാവലി കിഴങ്ങ് പോലെയോ മനുഷ്യന് കിഴങ്ങ് പോലെയുള്ള കിഴങ്ങായിരിക്കുമെന്ന്. അത് വേരാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഇന്ന് പറഞ്ഞു അതിന് കേൾക്കുമ്പോൾ എങ്ങനെയാണ്, എനിക്കുള്ളത് ഇനി അടുത്ത് വരും, അത് ഞാൻ പ്രാപിക്കാം. ഇപ്പൊ ഇതൊക്കെ വേരുകളാണ് എന്ന് ചിന്തിച്ചായിരിക്കുന്നത്. ഇല്ല, തഴച്ചിരിക്കുന്ന സർവവൃക്ഷത്തിൽ നിന്ന് ഫലം കണ്ടെത്താൻ കഴിയണം. യേശുവിനെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിക്കണം. കർത്താവിനെ അന്വേഷിച്ച് കണ്ടെത്തണം. കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ, നമ്മുടെ ഈ കഴിഞ്ഞ ആഴ്ചയില വെണ്ണിയൂരിൽ 3 ദിവസത്തെ ബൈബിൾ ക്ലാസ് ഉണ്ടായിരുന്നു. അവിടെ നമ്മുടെ വിശ്വാസികൾ പലരും അതിൽ പങ്കെടുത്തു. ആ പ്രസംഗിച്ച ദൈവദാസൻ പറഞ്ഞത്, ഒരു വിശ്വാസിയും പാസ്റ്റർ തലമുകളിൽ വിളിക്കരുത്. ഇന്ന് ഉപവാസ പ്രാർത്ഥന ഉണ്ടെന്നോ ഇന്നൊരു കൂട്ടായ്മ ഉണ്ടെന്നോ വിളിച്ചു പറയരുത്. അത് നിങ്ങളുടെ ആത്മീയ ശോഷണമാണ്. വിശ്വാസികൾ ആരാധന സമയം അന്വേഷിച്ച് കണ്ടെത്തി വരണം, എങ്കിലേ അവർ അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. അല്ല, പാസ്റ്റർ പറഞ്ഞിട്ട് വന്നാൽ അവന് ഒരിക്കലും അദ്ദേഹം തീർത്ത് പറഞ്ഞിരിക്കുക. അതിനത്തിന്റെ ആധികാരികളോട് അദ്ദേഹം സംസാരിച്ചത്. ഞായറാഴ്ച സഭായോഗത്തിന് വരാനായിട്ട് ആരും വിളിക്കാറില്ല. പക്ഷെ സ്പെഷ്യൽ മീറ്റിംഗ് ഒക്കെ വയ്ക്കുമ്പോൾ പാസ്റ്റർ കാണുമ്പോഴൊക്കെ പറയും, ആരെനിക്ക് വരണമേ. അങ്ങനെ പറഞ്ഞു വരുന്നവരൊന്നും നന്മ പ്രാപിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ദൈവത്തിന്റെ സന്നിധിയിൽ എത്രമാത്രമാണ് ആ തീഷ്ണത നമുക്കുള്ളത്. വചനം കേൾക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്യുന്നവനാണ് അനുഗ്രഹിക്കപ്പെടുന്നത്. ഫലമുണ്ട് കർത്താവിൽ, അത് കണ്ടെത്തുവാൻ കഴിയണം. ആ ഫലം എന്തെന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞെങ്കിലേ അതിനെ കണ്ടെത്താൻ കഴിയുള്ളൂ. എന്താണ് ആത്മാവിന്റെ ഫലം? നമുക്ക് കാണാതെ അറിയാവുന്നതാണ് ഇതെല്ലാം, അല്ലേ? ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങളാണ് ഈ ഫലം. എന്താ? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത. ഇന്ദ്രിയജയത്തിന് ഒരു ദേവദാസം പഠിപ്പിച്ചത് സ്വയം നിയന്ത്രണമെന്ന്. ഇതെല്ലാം നമുക്കറിയാം, കാണാൻ അറിയാം. പക്ഷെ എന്നിൽ അതുണ്ടോ? എന്റെ അകത്ത് വസിക്കുന്ന പരിശുദ്ധാത്മാവാണോ? പരിശുദ്ധാത്മാവിന്റെ ഫലമില്ലാത്തതൊന്നും അകത്ത് വസിക്കുന്ന പരിശുദ്ധാത്മാവല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ അകത്ത് വസിക്കുന്ന ആത്മാവേത്? എന്തുകൊണ്ട് വചനത്തെ പറക്കൊണ്ടുപോകാൻ പിശാചിനെ വിളിക്കേണ്ട കാര്യമില്ല, അവനകത്ത് വാസം ചെയ്യുകയാണ്. എന്റെ ആത്മീയ ജീവിതത്തിൽ എവിടെയെങ്കിലും ചോർച്ച വന്നു പോയോ? നമുക്ക് ഈ പുതിയ വർഷത്തിന്റെ പ്രാരംഭ ഞായറാഴ്ച ഒരു തീരുമാനമെടുക്കാമോ? ഞാൻ കേൾക്കുന്ന വചനം ഞാൻ ശ്രദ്ധിച്ച് കേൾക്കും. ആ വചനം അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുമെന്ന്. ദൈവവചനം അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുമ്പോഴാണ് അത് ജീവിതത്തിൽ അനുഗ്രഹമായി മാറുന്നത്. ദൈവത്തിന്റെ വചനത്തിന്റെ ജീവൻ വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. 92-ാം സങ്കീർത്തനം 13-14 വാക്യങ്ങൾ വായിക്കുമ്പോൾ 92-ാം സങ്കീർത്തനം 13-14 വാക്യങ്ങൾ, യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ നമ്മുടെ ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും. യഹോവയുടെ ആലയത്തിൽ നട്ടിരിക്കുന്ന നടുതലയായവൻ ദൈവത്തിന്റെ പ്രാകാരങ്ങൾ തഴയ്ക്കും. അടുത്ത ഭാഗം, വാർദ്ധക്യത്തിലും അവർ ഫലം
കായ്ച്ചുകൊണ്ടിരിക്കും. അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. അവർ പുഷ്ടി വെച്ചും പച്ച പിടിച്ചും ഇരിക്കും. ദൈവവുമായുള്ള ബന്ധത്തിൽ, വചനത്തിന്റെ ബന്ധത്തിൽ നിലനിൽക്കുന്നവനെ ആർക്കും തകർത്ത് കളയാൻ കഴിയില്ല. നമ്മുടെ ആശ്രയം ദൈവമാണെങ്കിൽ, ദൈവത്തിന്റെ വചനത്തെ അംഗീകരിക്കുവാൻ നാം തയ്യാറായാൽ ദൈവം വിടുവിപ്പാൻ ശക്തനാണ്. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 11-ാമത് വാക്യം വായിക്കുമ്പോൾ, ഫിലിപ്പിയ ലേഖനം 1:11, ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശുക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരുമായി തീരണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായി നീതിഫലം നിറഞ്ഞവരായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മെ കുറിച്ച് നമ്മിൽ നിന്ന് പുറപ്പെടുന്ന ഫലം നീതിയുള്ളതായിരിക്കണം. നീതിമാനായ കർത്താവ് നമ്മുടെ അകത്ത് വസിക്കുമ്പോൾ അനീതിയുള്ളതൊന്നും നമ്മുടെ കയ്യിൽ ഉണ്ടാകുകയില്ല. അനീതിയുടെ കൂലി മേടിച്ച അതേ യൂദ കെട്ടിത്തൂങ്ങി ചാകുവാനിടയായി. നമ്മുടെ കൈകൾ നീതിയോടെ ജീവിച്ചാൽ, നീതിയോടെ പ്രവർത്തിച്ചാൽ നിശ്ചയമായി അതിന് കൂലി ഉണ്ടാകും. നമ്മുടെ കയ്യിൽ നിന്ന് ഒരു നന്മയും ശത്രു അപകരിച്ചുകൊണ്ട് പോവുകയില്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഓരോ മാസവും നമ്മൾ മിച്ചം ബഡ്ജറ്റ് കണ്ടെത്തുവാൻ തക്കവണ്ണം തയ്യാറായാൽ നമ്മൾ ഒരു സ്ഥലത്തും തോറ്റുപോകുകയില്ല. അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? ഒന്നാമത് ദൈവത്തിന് മുട്ടുമടക്കി പ്രാർത്ഥിക്കണം. ദൈവവചനം വായിക്കണം, പ്രാർത്ഥിക്കണം. ദൈവവുമായി ആലോചന ചോദിച്ച് ഓരോ സ്റ്റെപ്പ് വെച്ചാൽ അതിന്റെ അവസാനം മഹത്വത്തിലേക്ക് എത്തിക്കും. ദൈവം നമ്മെ നടത്തുവാൻ ശക്തനാണ്. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 9-10 വാക്യങ്ങൾ, കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവീൻ. സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലമുള്ളവരായി നമ്മൾ മാറണം. വെളിച്ചത്തിൽ നടക്കുവാൻ നമുക്ക് കഴിയണം. പഴയ വാക്യമുണ്ട്, യെശയ്യാ പറയുന്നു, വരുവീൻ നമുക്ക് യഹോവയുടെ വെളിച്ചത്തിൽ നടക്കാം. ദൈവീക വെളിച്ചം. എന്താണ് വെളിച്ചം? 119-ാം സങ്കീർത്തനം 105-ാം വാക്യം പറയുന്നു, ദൈവത്തിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. വചനത്തിന്റെ വ്യവസ്ഥ നടക്കുന്നവരാണ് ദൈവീക വെളിച്ചത്തിൽ നടക്കുന്നത്. ദൈവവുമായിട്ട് എന്റെ ജീവിതത്തിൽ എന്താ ബന്ധം? ദൈവവചനവുമായിട്ട് എന്താ ബന്ധം? ദൈവത്തിന്റെ വചനത്തിന് എന്റെ ജീവിതത്തിൽ ബന്ധമുണ്ടെങ്കിൽ, എനിക്ക് എന്റെ ഹൃദയത്തിൽ സ്വാധീനിക്കാൻ കഴിഞ്ഞാൽ, 1 മണിക്കൂർ പ്രസംഗിക്കുന്നതിനകത്ത് ഒരു വചനമെങ്കിലും നിങ്ങളുടെ ഹൃദയത്തെ സ്വാധീനിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി. പക്ഷേ ഒരു വചനം പോലും ഹൃദയത്തിൽ ഒന്ന് ഉറപ്പിക്കാൻ ശത്രു അനുവദിക്കില്ല. അതുകൊണ്ട് അവൻ പറക്കൊണ്ടു. അങ്ങനെ വരരുത്. ഫലം കൊടുക്കാൻ കഴിയില്ല. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 17-18 വാക്യങ്ങൾ വായിക്കുമ്പോൾ, യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം 17-18 വാക്യങ്ങൾ, സകല ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും പിന്നെ സമാധാനവും ശാന്തതയും അനുസരണമുള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതുമാകുന്നു. കുഞ്ഞുങ്ങളൊന്ന് വായിക്കേ. ഇപ്പൊ വായിച്ച വേദഭാഗം ഉറക്കെ മറ്റു പലരും ഇപ്പോഴും തപ്പുന്നതേ ഉള്ളൂ. വായിക്കാം. ഉയരത്തു നിന്നുളവാകുന്ന ജ്ഞാനമോ ഒന്നാമത് നിർമ്മലത, രണ്ടാമത് സമാധാനം, മൂന്നാമത് ശാന്തത, നാലാമത് അനുസരണം,
അഞ്ചാമത്തേത് കരുണ, ആറാമത്തേത് സൽഫലം നിറഞ്ഞത്, ഏഴാമത്തത് പക്ഷപാതമില്ലാത്തത്, എട്ടാമത് കപടമില്ലാത്തത്. അപ്പൊ ഉയരത്തിലെ ജ്ഞാനം. യാക്കോബ് പറയുന്നു, നിങ്ങൾ ഒരുവന് ജ്ഞാനം കുറവാണെങ്കിൽ ഭത്സിക്കാതെ ഔദാര്യമായി തരുന്ന കർത്താവിനോട് ചോദിക്കാൻ. ഉയരത്തിലെ ജ്ഞാനം ലഭിച്ചവരാണ് നമ്മൾ. ദൈവവചനം കേൾക്കുക മാത്രം ചെയ്ത് നമ്മെ തന്നെ ചതിക്കാതെ അത് അനുസരിക്കുന്നവരായി മാറണം. നമ്മൾ വായിച്ച അതേ കർത്താവ് പറയുന്ന ഉപമ അതാണ് നമ്മൾ ചിന്തിക്കുന്നത്, അല്ലേ? ഈ ലോക മനുഷ്യൻ വിത്ത് വിതച്ചത് വഴിയിൽ വീണത് പറവകൾ തിന്നെങ്കിൽ, ആത്മീക മനുഷ്യൻ വചനം അതെ കേൾക്കുന്നു, പക്ഷേ അവന്റെ ഹൃദയത്തിൽ നിന്ന് പിശാച് പറയിക്കൊണ്ടുപോകും. ഈ ലോകത്തിലെ മനുഷ്യൻ വിത്ത് വിതച്ചത് പാറപ്പുറത്ത് വീണ് കരിഞ്ഞു പോകുമ്പോൾ ദൈവമക്കൾ എന്ന് പറയുന്നവരുടെ ഹൃദയത്തിനകത്ത് അത് വേരില്ലാത്തത് കൊണ്ട് അത് ഫലം കൊടുക്കാൻ കഴിയുന്നില്ല. മൂന്നാമത്തത് മുള്ളിനിടയിൽ വീണതോ ഹൃദയത്തിനകത്ത് വിത്തുണ്ട്, പക്ഷേ ഈ ലോകത്തിന്റെ പല ചിന്തകൾ കൊണ്ട് ആ വചനത്തെ ഞെരുക്കിക്കളയും. അതുകൊണ്ട് അതിന് ഫലം കൊടുക്കാൻ കഴിയുന്നില്ല. നല്ല നിലത്തിൽ വീണാലേ അതിന് ഫലം കൊടുക്കാനായിട്ട് കഴിയുകയുള്ളൂ. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 47-ാം അധ്യായം അതിന്റെ 12-ാമത് വാക്യം. നദീതീരത്ത് ഇക്കരെയും അക്കരെയും തിന്മാൻ തക്ക ഫലമുള്ള സകലവിധ വൃക്ഷങ്ങളും വളരും. ഇവിടെ യെഹെസ്കേൽ ദർശനത്തിൽ കാണുകയാണ്, ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ അടിയിൽ നിന്നൊരു ഉറവ പുറപ്പെട്ടത്. അത് പിന്നത്തെ ഒരു വലിയ നദിയായി മാറി. നദിയുടെ അക്കരെ രണ്ടു വശത്തും തിന്മാൻ തക്ക ഫലമുള്ള സകല വൃക്ഷങ്ങളും വളരും. ഇന്ന് വൃക്ഷങ്ങളുണ്ട്, അത് തിന്മാൻ തക്കതാണോ ആയതാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. എന്റെ ബാല്യകാലത്തില് ധാരാളം പേഴ് നമ്മുടെ വിളയിലൊക്കെ ഉണ്ടായി. ഒരു സഹോദരൻ പേഴിന്റെ ഒരു കായ എടുത്ത് കഴിച്ചു. ആ പേഴിന്റെ കായിൽ കടി പറ്റിയ മുഴുവൻ പല്ലുകളും ഒഴിഞ്ഞുപോയി. കാണാൻ നല്ല വലിയ പേരയ്ക്ക പോലെ ഇരുന്നു, പക്ഷെ അദ്ദേഹത്തിന് അറിയാതെയായിരിക്കും കടിച്ചത്. കണ്ടാൽ പേരയ്ക്ക പോലെ തോന്നും. ഇപ്പൊ വാങ്ങാൻ കിട്ടുന്ന പേരയ്ക്ക ഉണ്ടല്ലോ, വലിയ പേരയ്ക്ക, അത്രയും വലുപ്പം കാണും പേഴും കഴിക്കും. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളൊന്നും ഒന്നും കണ്ടിട്ടില്ല. ഇപ്പൊ പേഴ് മര ഇല്ല. മുരുക്ക്, പേഴ് ഇതൊക്കെ ഈ മൊബൈൽ ടവർ വന്നതോടെ വംശനാശം സംഭവിച്ചു കഴിഞ്ഞ വർഷങ്ങൾ. മുരുക്കാരം കണ്ടിട്ടുണ്ടോ? ഇല്ല. അതുപോലെ മനുഷ്യന്റെ ശരീരത്തെയും ദ്രവിപ്പിക്കുന്ന പല കാര്യങ്ങൾ ഇതുപോലെ നമ്മൾ അറിയാതെ ഇങ്ങനെ പ്രപഞ്ചത്തിൽ പലതും സംഭവിച്ചുകൊണ്ടിരിക്കുക. പേഴിന്റെ കാകടിച്ചാൽ പല്ല് പൊഴിഞ്ഞു പോകും. ദന്ത ഡോക്ടറെ ഒന്നും കാണേണ്ട കാര്യമില്ല. കർത്താവിന്റെ വചനം പറയുന്നു, ഈ ആത്മാവിന്റെ നദി ഒഴുകി ചെല്ലുന്ന നദിയുടെ ഇരുകരയിലും തിന്മാൻ തക്കതായ സകലവിധ തിന്നാൻ തക്കതായ ഫലമുള്ള സകല വൃക്ഷങ്ങളും വളരും. യേശു കർത്താവ് പറഞ്ഞൊരു ഉപമയിൽ, ഒരു മനുഷ്യൻ തന്റെ മുന്തിരിത്തോട്ടത്തിൽ അത്തിവൃക്ഷം നട്ടു. അതിൽ ഫലം തിരഞ്ഞു വന്നു, കണ്ടില്ല. യജമാനൻ പറയുന്നത്, ഇതിനെ വെട്ടിക്കളയാം, ഈ സ്ഥലത്തെ നിഷ്ഫലമാക്കുന്നതെന്ന്. തോട്ടക്കാരന്റെ മധ്യസ്ഥത 1 വർഷം കൂടെ നിൽക്കട്ടെ, ഞാൻ അതിന് ചുറ്റും കിളച്ച് വളമിടാം. ഫലം കായ്ച്ചെങ്കിലോ ഇല്ലെങ്കിൽ കഴിഞ്ഞ 1 വർഷക്കാലവും നമുക്ക് എന്താണ് കർത്താവിന് വേണ്ടി ഫലം കായ്ക്കാൻ കഴിഞ്ഞത്? നമ്മുടെ ജീവിത സാഹചര്യം വർദ്ധിപ്പിക്കാൻ പലതും നമ്മൾ ചെയ്തു. പക്ഷെ കർത്താവിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിഞ്ഞു? കർത്താവ് നോക്കുമ്പോൾ
ആത്മീകമായി നമുക്ക് വളരാൻ കഴിയണം. ആത്മാവിന്റെ ഫലം നമുക്ക് പുറത്തു വരാൻ കഴിയണം. അതാണ് നമ്മൾ വായിച്ച ലേഖനത്തില്, അത് ഉയരത്തുനിന്ന് വരുന്നതായ ജ്ഞാനം, ആ സ്വർഗീയ ജ്ഞാനം പ്രാപിച്ച ഒരു ദൈവപൈതൽ നിന്ന് 8 വിധ ഫലങ്ങളാണ് ഇവിടെ പറയുന്നത്. നമുക്കത് കൊടുക്കാൻ കഴിയുമോ? ഈ ആലയത്തിൽ നിന്ന് ഒഴുകി വരുന്ന നദിയുടെ തീരത്ത് തിന്മാൻ തക്കവിധ സകലവിധ വൃക്ഷങ്ങളും ഉണ്ടായിരുന്നു. അടുത്ത ഭാഗം, അവയുടെ ഇല വാടുകയില്ല, അവയുടെ ഇല വാടുകയില്ല, ഫലമില്ലാതെ പോകുകയുമില്ല. ഈ നദീതീരത്ത് നിൽക്കുന്ന ആ വൃക്ഷത്തിന്റെ ഇല വാടാൻ ദൈവം ഈ ആത്മീക നദിയുടെ പരിശുദ്ധാത്മാവാകുന്ന നദീതീരത്ത് നമ്മുടെ ചുവടുകൾ ഉറപ്പിക്കാൻ കഴിയുമോ? 1-ാം സങ്കീർത്തനം പറയുന്നു, ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷത്തിന് ഇല വാടാനായിട്ട് കഴിയുകയില്ല. നമ്മൾ പലപ്പോഴും വാടിക്കരിഞ്ഞ കീരെ പോലെ ആകുന്നില്ലേ? ഒരു ചെറിയ കാറ്റടിച്ചാൽ മതി, അല്പം വെയിലടിച്ചാൽ മതി, കീര ഇങ്ങനെ തലകീഴായി നിൽക്കുന്നത് പോലെ. എന്താ അങ്ങനെ ആയി പോകുന്നത്? ആ പരിശുദ്ധാത്മാവാകുന്ന നദിയുമായുള്ള ബന്ധം എവിടെയോ അറ്റുപോയി. നമ്മുടെ ആത്മീയ വേരുകൾ ആ നദീതീരത്തെത്തണം. ഇവിടെ നിൽക്കുന്ന പന എന്ന് പറയുന്ന ഒരു വൃക്ഷമുണ്ട്. ഏത് മരുഭൂമിയിൽ കൊണ്ട് നട്ടാലും എത്ര വെയിലായാലും പനയ്ക്ക് വാട്ടം വരില്ല. എന്താണെന്നറിയാമോ? അതിന്റെ വേരുകൾ തെങ്ങിന്റെ വേരിന്റെ അത്ര വലിപ്പമേ ഉള്ളൂ. എത്ര ആഴത്തിൽ വെള്ളമുണ്ടെങ്കിലും പനയുടെ വേര് ആ വെള്ളത്തിന്റെ ഉറവ് കണ്ടെത്തി ആ വെള്ളം വലിച്ചെടുത്തിരിക്കും. അതുകൊണ്ട് മരുഭൂമിയിൽ കൊണ്ട് നട്ടാലും പന വാടുകയില്ല. കർത്താവിന്റെ വചനം പറയുന്നു, നീതിമാൻ പന പോലെ തഴയ്ക്കും. ആലയത്തിന്റെ ഉമ്മരപ്പടിയിൽ നിന്ന് ഒഴുകി വരുന്ന നദീതീരത്തേക്കുന്ന വൃക്ഷത്തിന്റെ ഇല വാടാനായിട്ട് ദൈവം അനുവദിക്കയില്ല. ആത്മീകമായി ഒരു പടി കൂടെ വളരുവാൻ, ആത്മീകമായി ഫലം കൊടുക്കുവാൻ, ആത്മാവിന്റെ ഫലമുള്ളവരായി തീരുവാൻ, അതിനായിട്ടാണ് കർത്താവ് വിളിച്ചിരിക്കുന്നത്. തിന്മാൻ തക്ക ഫലമുള്ള സകല വൃക്ഷങ്ങളും വളരും, അതിന്റെ ഇല വാടുകയില്ല. അടുത്ത ഭാഗം, ഫലമില്ലാതെ പോകുകയുമില്ല, ഫലമില്ലാതെ പോകുകയുമില്ല. ആ നേരത്തെ പറഞ്ഞതുപോലെ ഫലമില്ലാത്ത വൃക്ഷങ്ങളൊന്നും ഉണ്ടാകുകയില്ല. നമ്മിൽ നിന്ന് കർത്താവിനൊന്നും അത് പറിച്ചെടുക്കാൻ കിട്ടുന്നില്ലെങ്കിൽ ഇന്ന് പകൽക്കാലം ഒരു തീരുമാനത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. കർത്താവേ, ആ പരിശുദ്ധാത്മാവിന്റെ നദീതീരത്ത് എന്റെ ആത്മീയ ജീവിതത്തിന്റെ വേരൊന്ന് ഇറക്കണം. ആ പരിശുദ്ധാത്മാവുമായുള്ള ബന്ധം എന്നെ ഒരിക്കൽ കൂടെ ഉറപ്പിക്കണമേ. ഈ നദീതീരത്ത് നിൽക്കുന്ന സകല വൃക്ഷങ്ങളും തിന്മാൻ തക്ക ഫലമുള്ള സകല വൃക്ഷങ്ങളും വളർന്നിരിക്കുക. അതിന്റെ ഇല വാടിപ്പോകയില്ല, അത് ഫലമില്ലാതെ പോകുകയുമില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മളൊക്കെ എന്റെയൊക്കെ ബാല്യകാലത്ത് ചക്ക 2 സീസണിലേക്കാക്കി അല്ലേ? അങ്ങനെയാണ് നമ്മൾ അറിവ്. പക്ഷെ കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുമ്പ് നഴ്സറി പോയപ്പോ ആ ചെടി നഴ്സറിയുടെ ഉടമസ്ഥൻ പറഞ്ഞു, അത് ഈ പ്ലാവ് ഒരു വർഷത്തിൽ 2 പ്രാവശ്യം ചക്ക കായ്ക്കുന്ന മരിക്കയാണ്. പക്ഷെ അപ്പുറത്തിരിക്കുന്നതാണെങ്കിൽ ഇതിന്റെ ഇരട്ടി വിലയുണ്ട്, ഓരോ മാസവും ചക്ക കായ്ക്കും. ഞാൻ പറഞ്ഞു, പകുതി ഇതിൽ നിന്നും പകുതി അറിയുന്നു. അങ്ങനെയാണ് ഈ വിളയിൽ നിർത്തിക്കുന്നത്. ഇപ്പോൾ ചക്ക കാച്ചിരിപ്പുണ്ട്. ഞാൻ പറഞ്ഞത്, അത് മനുഷ്യൻ എങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയുമെങ്കിൽ കർത്താവിന്റെ ആത്മനദീതീരത്ത് നിൽക്കുന്ന, പരിശുദ്ധാത്മാവിന്റെ നദീതീരത്ത് നിൽക്കുന്ന ആ വൃക്ഷങ്ങൾക്ക് ഫലമില്ലാതെ പോകയില്ല. അടുത്ത ഭാഗം, അതിലെ വെള്ളം വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഒഴുകി വരുന്നത് കൊണ്ട്, അതിന്റെ വെള്ളം വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഒഴുകി വരുന്നത് കൊണ്ട് അവ മാസം തോറും പുതിയ പുതിയ ഫലം കായ്ക്കും. കരങ്ങൾ ഉയർന്ന ദൈവത്തിന് സ്തോത്രം പറയാം.
ഇന്നലെ പറഞ്ഞ അന്യഭാഷയല്ല ഇന്ന്, ഇന്നലത്തെ പ്രാർത്ഥനാനുഭവമല്ല ഇന്ന്. ഓരോ മാസം കഴിയുന്നോറും ആത്മാവിൽ ഒരു പുഷ്ടി നിമിത്തം മുഖം തകർന്നു പോകുന്ന വചനം പറയുന്നു. അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുവാൻ എന്താ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്? വചനം പറയുന്നു, ആ നദി ആലയത്തിന്റെ ഉമ്മരപ്പടിയിൽ നിന്ന് ഒഴുകി വരുന്നത് കൊണ്ട് മാസം തോറും പുതിയ ഫലം കായ്ക്കും. ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളെ, ഓരോ മാസം കഴിയുന്തോറും ഒരു പുതിയ സാക്ഷ്യം പറയാനുണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ച് പറയുവാനുണ്ടാകും. കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ഇന്നും പ്രവർത്തിപ്പാൻ ദൈവശക്തൻ. അടുത്ത ഭാഗം, അവയുടെ ഫലം തിന്മാനും അവയുടെ ഇല ചികിത്സയ്ക്കും ഉതകും. അവയുടെ ഇല ചികിത്സയ്ക്കും ഉതകും. അവയുടെ ഫലം തിന്മാൻ കൊള്ളാവുന്നതാണ്. സ്വർഗത്തിലും ഇതേ വൃക്ഷത്തെ കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു, ജീവവൃക്ഷത്തിന്റെ ഫലം. ഇവിടെ യെഹെസ്കേൽ ആത്മാവിൽ ദർശിക്കുകയാണ്. അതെ, ഈ നദി ചെന്ന് ചെയ്തെന്നിടത്തും. അടുത്ത ഭാഗം കൂടെ വായിക്കാം. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങൾ ദേശത്തെ ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങൾക്കും അവകാശമായി വിഭാഗിക്കേണ്ടുന്ന അതിർവിവരം. അവിടെ മതി. ഇവിടെ യെഹെസ്കേൽ പ്രവചിച്ചു പറയുകയാണ്, തിന്മാൻ തക്ക ഫലമുള്ള വൃക്ഷങ്ങൾ, ഒരു നന്മയുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ തിന്മയുണ്ട്. നമ്മൾ തിരിച്ചറിയണം. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് 5 കിലോമീറ്റർ ഏലായിക്കൂടെ നടന്നാണ് ഞാൻ സ്കൂളിൽ പഠിച്ചത്. ഇപ്പോഴത്തെ പിള്ളേരോട് 5 കിലോമീറ്റർ നടക്കണമെന്ന് പറഞ്ഞാൽ 50 മീറ്റർ നടക്കാൻ ബുദ്ധിമുട്ടാണല്ലോ. നടന്നു പോകുന്ന വഴിക്ക് വയലിന്റെ 2 വശത്തും കൈതയും താഴെയും ഒക്കെ ഉണ്ട്. ഒരു ദിവസം ഞാൻ നടന്നു പോകുമ്പോൾ ഭയങ്കര ഒരു മണം വരുന്നു. താഴാമ്പൂ പൂത്തതാണ്. അരുവാമ്പൂർ ജംഗ്ഷൻ പൂത്തുന്ന ഇവിടെ നിന്ന് അതിന്റെ മണമായി. പണ്ടത്തെ സഹോദരിമാരൊക്കെ തലയിലൊക്കെ ചൂടിക്കൊണ്ട് പോകുന്ന ഒരു സാധനമാണ്. ഒരു മഞ്ഞ നിറത്തിലേക്ക് ഒരു ഓല പോലെ. എനിക്ക് ആ മണമടിച്ചപ്പോൾ ഒന്ന് അടക്കണമെന്ന് തോന്നി. 7ലോ 6ലോ 7ലോ പഠിക്കുന്ന പ്രായമാണ്. ഞാനെന്ത് ചെയ്ത് പറയുമ്പോ അതിന് തൊട്ട് മുകളിലത്തെ വീട്ടിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, എനിക്കൊരു ഏണി വേണം, ഒരു പിച്ചാത്തി വേണം. എന്നോട് ചോദിച്ചു, എന്തിനാ? വയലിന്റെ തോട്ടിന്റെ കരയ്ക്ക് താഴെയുടെ പൂ അടക്കാനായിട്ട് അവിടെ പെർമിഷൻ വേണ്ടല്ലോ. എനിക്ക് ആ താഴെ പൂ അടക്കാൻ. അവിടുത്തെ അമ്മ എന്നോട് പറഞ്ഞു, മോനെ, ആ താഴെയിൽ നീ കയറരുത്, വിഷമുള്ള പാമ്പുണ്ട്. ഈ താഴെ പൂക്കുമ്പോൾ വിഷമുള്ള പാമ്പ് വരും, അതിൻ്റെ തേൻ ആസ്വദിക്കാൻ. നീ അതിനകത്ത് ഏഴ് ചാരിയാൽ നിന്നെ പാമ്പ് കടിക്കും. അങ്ങനെ ഇല്ലായിരുന്നുവെങ്കിൽ അതവിടെ നിൽക്കുമായിരുന്നു എന്ന് ആളുകൾ പറിച്ചുകൊണ്ട് പോകുമായിരുന്നു. ഈ നന്മയുടെ പുറകിലെല്ലാം ഓരോ തിന്മകളുണ്ട്. ഇന്ന് പകൽക്കാലം നന്മയും തിന്മയും തിരിച്ചറിയുവാൻ പരിശുദ്ധാത്മാവിൽ ആശ്രയം വയ്ക്കും. ഞാൻ എന്റെ ദൗത്യം ഉപേക്ഷിച്ചു. പിന്നെ താഴാമ്പ് പറിക്കാനായിട്ട് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ ആ അമ്മ പറയാതിരുന്നുവെങ്കിലോ അവിടെ കൊണ്ട് തീരുമായിരുന്നു. പിന്നെയാണ് ഞാൻ അറിഞ്ഞത് ആ പാമ്പ് കടിച്ചവരാൻ രക്ഷപ്പെട്ടിട്ടില്ല. ഒരു ജീവൻ കൊതിയുള്ള ഒരാളും ഇത് പറിക്കാനായിട്ട് തയ്യാറാകുകയില്ല. കൂട്ടമായിട്ടാണ് അത് വളരുന്നത്. കണ്ടാൽ കൈത പോലെ തോന്നും, താഴെ കാണാൻ ഒരുപോലെ ഇരിക്കും, പക്ഷെ അല്പം കൂടെ മുള്ളുണ്ടാവുമെന്നേ ഉള്ളൂ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കാണാൻ ഭംഗിയുള്ളത് ഇതാണ് ഏദൻ തോട്ടത്തിൽ സംഭവിച്ചത്. കാണാൻ ഭംഗിയുണ്ട്
അനുസരിക്കണം തോന്നി. പക്ഷെ കർത്താവ് അരുതെന്ന് പറഞ്ഞത് അനുസരിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അനുസരണക്കേട് കാണിച്ചു. അതുകൊണ്ട് ഒരു മാനവജാതി മുഴുവനും ശാപഗ്രസ്തരായി പോകേണ്ടി വന്നു. നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവുമായുള്ള ബന്ധം എത്രമാത്രമാണ്, യേശു കർത്താവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം എത്രമാത്രമാണ്. എവിടെയെങ്കിലും ആത്മീയ ജീവിതത്തിൽ നമ്മൾ പുറകോട്ട് പോയിട്ടുണ്ടോ? ആത്മീയ ജീവിതത്തിൽ എവിടെയെങ്കിലും ബലഹീനത വന്നു പോയിട്ടുണ്ടോ? ഭൗതിക ജീവിതത്തിൽ നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം സൂക്ഷിക്കുന്നത് പോലെ അകത്തെ മനുഷ്യന്റെ ആരോഗ്യം സൂക്ഷിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ആത്മാവിൽ നമ്മൾ ബലപ്പെട്ടിരിക്കുന്നുവോ? അവരെ പരിശോധന ചെയ്യണം. ഇന്ന് നമ്മൾ ധ്യാനിച്ച വചനം, ദൈവത്തിന്റെ വചനമാകുന്ന വിത്ത് അത് വിതയ്ക്കപ്പെട്ടത് പിശാച് ഹൃദയത്തിൽ പറയിക്കൊണ്ടുപോയാൽ അത് പ്രയോജനപ്പെടുകയില്ല. അത് വേരൂന്നില്ല എങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല. ഈ ലോകത്തിന്റെ ചിന്ത കൊണ്ട് വചനത്തെ ഞെരുക്കിയാൽ അത് ഫലം പുറത്തു വരികയില്ല. ഫലം കായ്ക്കും, പക്ഷെ പുറത്ത് വരികയില്ല. അതൊക്കെ വേണമെങ്കിൽ ഈ പണ്ടൊക്കെ പുഴയൊക്കെ പറിക്കാൻ പോകുമ്പോൾ ചില ചെടികളൊക്കെ ഇങ്ങനെ കാച്ചു നിൽക്കും. കൂട്ടത്തോടെ നിൽക്കുമ്പോൾ അത് പുറത്താരും കാണില്ല. കാട്ടുജീവികൾ തിന്നുകൊണ്ടുപോകും. നല്ല പ്രയോജനമുള്ളതൊക്കെയാ, പക്ഷെ പുറത്താർക്കും അറിയാൻ കഴിയാതിരിക്കും. പല ലോകത്തിന്റെ ചിന്തകൾ കൊണ്ട് ആത്മീയ ജീവിതത്തെ മൂടിയിരിക്കുന്നുവോ? ഇന്ന് പകൽ ദൈവത്തോട് ചോദിക്കുന്നത് നിർത്തിയിട്ട് കർത്താവ് എന്ത് പറയുന്നു എന്ന് കേൾക്കുവാൻ ശ്രദ്ധയുള്ളവരായി നമ്മൾ മാറിയാൽ, കേൾക്കുവാൻ വേഗതയും പറയുവാൻ താമസമുള്ളവരായി മാറിയാൽ, കേൾക്കുന്ന വചനം അനുസരിക്കുക, നമ്മൾ എന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അതാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. നല്ല മണ്ണിൽ, മാർക്കോസ് 4:10, നല്ല മണ്ണിൽ വീണ വിത്തോ വചനം കേൾക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്യുന്നു. ഇന്ന് പകൽ ഞാൻ കേട്ട വചനം എനിക്ക് അംഗീകരിക്കാൻ കഴിയുന്നുണ്ടോ? പാസ്റ്റർ നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ലായിരിക്കാം, വിട്ടേക്ക്. പക്ഷെ വചനം അംഗീകരിക്കാൻ യേശു പറയുന്നത്, വെള്ളദേശം ശവക്കല്ലറകളായി നടക്കുന്ന പരീശന്മാരെയും ശാസ്ത്രിമാരെയും നിങ്ങൾ നോക്കേണ്ട. അവർ ചെയ്യുന്നത് ചെയ്യരുത്, പക്ഷെ അവർ പറയുന്നത് ന്യായപ്രമാണമാണ്. അതനുസരിക്കാൻ തയ്യാറാകണം. ദൈവദാസന്മാരെ നോക്കണ്ട, വചനത്തിന്റെ മുമ്പിൽ വിറയലോടെ അനുസരിക്കാൻ തയ്യാറായാൽ 2026 ഒരു ബാലൻസ് ഷീറ്റ് ഉണ്ടാകും. വചനം കേൾക്കുവാനും അനുസരിക്കുവാൻ തയ്യാറാണെങ്കിൽ അതിന് പ്രതിഫലമുണ്ട് നിശ്ചയം. യേശുവിന്റെ വാക്ക് ആദ്യമായി കേട്ട പത്രോസ് അത് വള്ളവും വലയും വിട്ട് യേശുവിനെ അനുഗമിച്ചു. കർത്താവ് പറയുന്നു, അതെ, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിന്റെ മേൽ കൈമാറാൻ പോകുകയാണ്. ഇത് നിസ്സാരമായ കാര്യമല്ല, ഇത് പാഴ്ചലമല്ല. എന്തെങ്കിലും കർത്താവിന്റെ നാമത്തിന് വേണ്ടി നീ വിട്ടിട്ടുണ്ടെങ്കിൽ അതിനെ അമർത്തി കുലുക്കി കവിയുന്ന അളവിൽ ഒരു പ്രതിഫലമുണ്ട്. സകലതും വിട്ടിറങ്ങി തിരിച്ചവനോട് കർത്താവ് പറഞ്ഞു, അതെ, ജീവനോടെ ഓടി നടക്കുന്ന മത്സ്യത്തെ പിടിച്ച് കൊന്ന് വിറ്റ് കാശാക്കുന്നത് നടന്ന നിന്നെ സമൂഹത്തിന്റെ മധ്യത്തിൽ പാപത്തിൽ മരിച്ചു കിടക്കുന്നവരെ ദൈവരാജ്യത്തിന്റെ നിത്യജീവനിലേക്ക് നയിക്കാനാണ് ഞാൻ തന്നെ വിളിച്ചത്. ആ ദൗത്യം ഏറ്റെടുത്ത പത്രോസിന്റെ ഒറ്റ പ്രസംഗം കൊണ്ട് 3000 പേർ സ്നാനപ്പെട്ടു. കർത്താവിനെ കൂടാതെ ഒരു രാത്രി പാലിച്ചിട്ട് വെറും കൈയോടെ പോകേണ്ടി വന്ന പത്രോസെ കർത്താവിന്റെ വാക്കിൻ പ്രകാരം വലയിറക്കിയപ്പോൾ പെരുത്ത മീൻകൂട്ടാക്കപ്പെട്ടതുപോലെ കർത്താവിന്റെ വചനത്തെ ഉൾക്കൊള്ളുക, ഹൃദയത്തിൽ സംഗ്രഹിക്കുക. ഞാൻ കേൾക്കുന്ന ദൈവത്തിന്റെ വചനത്തിന് ഞാൻ സമ്പൂർണമായി കീഴ്പ്പെടുന്നു എന്ന് പറയുവാൻ, ആ വചനം അനുസരിക്കുവാൻ നാം തയ്യാറായാൽ നമുക്കും ഫലം കൊയ്യാനായിട്ട് കഴിയും. നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാം, ആ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവസന്നിധി നമ്മെ തന്നെ ഏൽപ്പിച്ച് കേട്ട വചനത്തിന് നമ്മെ സമർപ്പിക്കാം. യേശോപ്പ, ഒരു വർഷക്കാലം എന്നെ വിട്ടുപോയി. ഞാൻ പലതും കേട്ടു.
കേട്ടിട്ട് കേൾക്കാത്തവരെ പോലെ ഞങ്ങൾ ജീവിച്ചു. പലതും കണ്ടു, കണ്ടിട്ട് കാണാത്തവരെ പോലെ ഞങ്ങൾ ജീവിച്ചു. ഞങ്ങൾ വെളിച്ചത്തിന്റെ ഫലം കൊടുക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. ആത്മാവിന്റെ ഫലം കൊടുക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. ദൈവം ആഗ്രഹിക്കുന്ന ഫലം ഞങ്ങൾ പുറത്തുണ്ടോ? ദൈവം ആഗ്രഹിക്കാത്ത ഫലമാണോ പുറത്ത്? എന്താണ് നിന്ന് പുറത്തു വരുന്നത്? പൗലോസ് ഒരിക്കൽ പറഞ്ഞു, നന്മ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും ഞാൻ ഇച്ഛിക്കാത്ത തിന്മയത്രേ ചെയ്യുന്നത്. അങ്ങനെ ഒരു വ്യാപാരം എന്റെ മേൽ വ്യാപരിക്കുന്നു എന്ന്. ഇന്ന് പകൽക്കാലം തിന്മ ചെയ്യാനുള്ള വ്യാപാരത്തെ ജയിക്കാനുള്ള ആത്മശക്തി പ്രാപിക്കുവാൻ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. കുഞ്ഞുങ്ങളെല്ലാം കണ്ണടച്ച് പ്രാർത്ഥിച്ചേ. ദൈവത്തിന്റെ കരം വെളിപ്പെടട്ടെ. ആ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. ഇന്നലെ കേട്ട ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ പതിയപ്പെടട്ടെ. ഹല്ലേലൂയ. ഒന്നാം തീയതി പ്രഭാതം ഞാൻ ഓർപ്പിച്ചതുപോലെ യേശു കർത്താവ് എന്റെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ തകർക്കപ്പെട്ടു. കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാർ. ഓ ഹല്ലേലൂയ. എന്റെ കർത്താവ് കാൽവരിയിൽ തകർക്കപ്പെട്ടത് എന്റെ വിടുതലിന് വേണ്ടിയാണ്, എന്റെ തലമുറയുടെ വിടുതലിന് വേണ്ടിയാ, എന്റെ കുടുംബത്തിന്റെ വിടുതലിന് വേണ്ടിയാണ്. ഇന്ന് പകൽക്കാലം എത്ര പേര് ആ കർത്താവിനെ ഉള്ളതുപോലെ അംഗീകരിക്കാൻ തയ്യാറാകുന്നു? യേശു കർത്താവിന്റെ വചനത്തിന്റെ മുമ്പിൽ എത്രമാത്രം ഭയത്തോടെ ആയിരിക്കുന്നു? അതിനും തുറന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാൻ കേട്ട ദൈവവചനം എന്റെ ജീവിതത്തിൽ ക്രിയ ചെയ്യുവാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു, എന്നെ തന്നെ വിധേയപ്പെടുത്തുന്നു. ഞാനത് അനുസരിപ്പാൻ തക്കവണ്ണം അത് കർത്താവിന് വേണ്ടി ഫലം കൊടുക്കുവാൻ, ആത്മാവിൽ ഫലം കൊടുക്കുവാൻ, ആ നദീ തീരത്ത് നിൽക്കുന്ന ആ വൃക്ഷഫലം തിന്മാൻ കൊള്ളാകുന്നത്. ഓ ഹല്ലേലൂയ. അതിന്റെ ഇല വാടിപ്പോകാൻ അനുവദിച്ചില്ലല്ലോ. ഞാൻ പലപ്പോഴും വാടിയ കീര പോലെ കുഴഞ്ഞു പോകുന്ന അപ്പ ഇന്ന് പകല് ഒരിക്കൽ കൂടെ അപ്പനോടുള്ള ബന്ധം ഉറപ്പിക്കുവാൻ, ഒരുവൻ എന്നിലോ ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കഴിക്കുമെന്ന് കർത്താവ് പഠിപ്പിച്ചു. ആ കർത്താവിൽ വസിക്കുന്ന, ആ കർത്താവിന്റെ ആത്മനദീ തീരത്ത് നിൽക്കുന്ന വൃക്ഷം പോലെ കർത്താവെ ഓരോ മാസവും പുതിയ ഫലം കൊടുക്കുവാൻ, ഇന്നലെയുള്ള ആത്മീയ ജീവിതമല്ല, ഇന്ന് പകൽക്കാലം ഒരു പുതിയ അനുഭവം എനിക്ക് നൽകണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നു? അവർക്ക് പ്രാർത്ഥിച്ചാരംഭിക്കാം. സ്വർഗത്തിലെ ദൈവത്തിന്റെ വല്ലഭത്വമുള്ള കരം ഈ പകൽക്കാലം നമ്മുടെ മേൽ വെളിപ്പെടുകയാ. ഓ, ചില ഹൃദയങ്ങളെ എന്റെ കർത്താവ് ശോധന ചെയ്യുകയാ. ആകാത്ത ചിന്തകളെ എന്റെ കർത്താവ് എടുത്തു മാറ്റി ഒരു സ്വർഗീയ ഓപ്പറേഷൻ ഇതിനകത്ത് നടക്കുകയാ. വചനത്തെ ഗ്രഹിപ്പാൻ കഴിയാതെ, വചനത്തിന് പ്രയോജനം ചെയ്യാൻ കഴിയാതെ, വചനത്തിന് ജീവൻ കൊടുക്കാൻ കഴിയാതെ, വചനത്തിന് വേരൂന്നാൻ കഴിയാതെ ഏതൊക്കെ ആകുലതകൾ കൊണ്ട് ഹൃദയം നിറഞ്ഞിരിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാല നിർമ്മലമായ ഒരു ഹൃദയം എന്നെ സൃഷ്ടിച്ച സ്ഥിരമായ ഒരു ആത്മാവിനെ പുതുക്കണമേ എന്ന് എത്ര ഏറ്റു പറയാ. പ്രാർത്ഥിക്കാമോ? ആരാധിക്കാമോ? അതിനെ തുറന്ന് ആ ദൈവത്തെ മഹത്വപ്പെടുന്ന ശക്തിയോടെ ഹല്ലേലൂയ. യേശുവിൻ നാമമേ
കരങ്ങളെ തട്ടി ആ കർത്താവിന് നന്ദി പറയാ. ഒരു പുതിയ വർഷത്തിന്റെ പ്രാരംഭ വിശുദ്ധ ദിവസത്തിൽ പരിശുദ്ധാത്മാവ് ചിലരെ തൊട്ടുകൊണ്ടിരിക്കുകയാ. ആത്മാവിന്റെ വലിയ വിടുതൽ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഒരു വിശുദ്ധ ദിവസം കൂടെ ഒരുമിച്ച് അവനെ ആരാധിപ്പാൻ ഞങ്ങളെ കൂട്ടിവരുത്തിയല്ലോ. നന്ദിയോടെ സ്തോത്രം. പാട്ടുകൾ പാടുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ, ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിപ്പാൻ, പ്രാർത്ഥിപ്പാൻ, ദൈവവചനം ഘോഷിപ്പാനും ഒക്കെ ഞങ്ങൾക്ക് കൃപ നൽകിയല്ലോ. ഞങ്ങൾ കേൾക്കുന്ന വചനം ശ്രദ്ധയോടെ കേട്ട് അത് അനുസരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. അവിടുത്തെ കൃപ കൊണ്ട് നിറയ്ക്കണം. കടന്നുവയ്ക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ മേലെ ദൈവകൃപ പകരണം. മടക്കയാത്രയിൽ കൂടിയിരിക്കണം. സന്തോഷത്തോടെ സ്വഭവനങ്ങൾ പോയി സ്വസ്ഥമായി വസിച്ച് പിന്നെ ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തും വരെ ദൈവ തേജസ്സിന്റെ മറവിൽ എല്ലാവരെയും മറയ്ക്കണമേ. അത്യുന്നതനായ ദൈവത്തിന്റെ മറവിലും സർവശക്തനായ ദൈവത്തിന്റെ നിഴലിൻ കീഴിലും പാർക്കുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണമേ. ആത്മനദീ തീരത്ത് നിൽക്കുന്ന വൃക്ഷങ്ങളെ പോലെ മാസം തോറും പുതിയ ഫലം കൊടുക്കുവാൻ ഇലവാടി പോകാതെ സൂക്ഷിക്കുന്ന ഒരു ദൈവകൃപ ഞങ്ങൾക്കുള്ളത് കൊണ്ട് സ്തോത്രം. കർത്താവിന്റെ കൃപ കൊണ്ട് നിറയ്ക്കണം. ഈ ബലത്തോടെ ഞങ്ങളെ പറഞ്ഞയക്കണം. പിന്നെ ഒരുമിച്ച് കാണും വരെ ദൈവ തേജസ്സിന്റെ മറവിൽ മറയ്ക്കണം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പരിശുദ്ധ പിതാവേ. ആമീൻ. ആശീർവാദം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മനോഹരമായ സംസർഗവും കൂട്ടായ്മയും കാവലും നടത്തിപ്പും നാം ഏവരോടും നമ്മെ കേൾപ്പിച്ച വചനങ്ങളോടും നാം എടുത്ത തീരുമാനങ്ങളോടും ഭൂലോകത്തിലെ സകല വിശുദ്ധന്മാരോടും കർത്താവിന്റെ വരവുണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരേണമേ.